അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 1-ാം ക്ലാസ്സിൻ്റെ പാർട്ട് 2 കിതാബിലെ പാഠഭാഗങ്ങളാണ്. അപ്പോൾ ഈ കിതാബിലെ പാഠഭാഗങ്ങൾ നമുക്ക് നോക്കാം. 2 പാർട്ടായിട്ടാണ് പാഠഭാഗങ്ങൾ തന്നിട്ടുള്ളത്. ആദ്യത്തെ പാർട്ടിൽ എല്ലാ അക്ഷരങ്ങളും ഉൾപ്പെടുന്ന വാക്കുകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത്തെ പാർട്ടിൽ താ മർബൂത്തയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ശംസിയായ വാക്കുകൾ അക്ഷരങ്ങളെക്കുറിച്ചും ഖമരിയായ അക്ഷരങ്ങളെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. എണ്ണങ്ങൾ പഠിക്കുന്നുണ്ട്. എണ്ണം മീൻസ് നമ്പേഴ്സ് പഠിക്കുന്നുണ്ട്. പിന്നെ അയ്യാമു വശുഹൂർ ദിവസങ്ങളും മാസങ്ങളെയും കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പാഠഭാഗത്തിലേക്ക് പോകാം. അദ്ദറസുൽ അവ്വലു പാഠം 1 കബലുൻ 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 കബലുൻ. എന്താണ് കബലുൻ? വിലങ്ങാണല്ലേ. ഇതെന്താണെന്ന് മനസ്സിലായോ? കയ്യിൽ ഇടുന്നതാണ്. കുറ്റവാളികളെയൊക്കെ കയ്യിലിട്ടുകൊണ്ട് പോകുന്നതല്ലേ പോലീസുകാർ. അപ്പോൾ എന്താണിത്? കബലുൻ. കഫ് കഫ് ലാം. ഒന്ന് നോക്കിയേ, ഇത് രണ്ടും കാഫ് തന്നെയാണല്ലേ. അവസാനത്തിൽ വരുമ്പോൾ നമ്മൾ കൂടുതലും ഈ കഫാണ് ഉപയോഗിക്കാറുള്ളത്. ആദ്യത്തിലും ഇടയ്ക്കും ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ കഫും ഉപയോഗിക്കും. നോക്കിയേ, കാഫ് കാഫ് കാഫ്. കഫ് ആദ്യത്തിൽ വരുമ്പോൾ, ഇടയ്ക്ക് വരുമ്പോൾ, അവസാനത്തിൽ വരുമ്പോൾ. കാഫിറൻ 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 കാഫിറൻ. തക്രീബിൻ 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 തക്രീബിൻ. തൽഹഖു 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 തൽഹഖു. കബലുൻ കാഫിറൻ തക്രീബിൻ തൽഹഖു. കാഫിറൻ തക്രീബിൻ തൽഹഖു. ഇനി അടുത്തത് ലാമാണ്. ലാം എങ്ങനെയാണ് ആദ്യത്തിൽ എഴുതുന്നത്, ഇടയ്ക്ക് എഴുതുന്നത്, അവസാനം എഴുതുന്നത്. അവസാനം എഴുതുമ്പോൾ കുറച്ച് താഴ്ത്തി വേണം എഴുതാൻ. കണ്ടോ? ഇനി ഒന്ന് വായിച്ചേ. ല ബി സ ലബിസ ല ബി സ ലബിസ. ത്വലാഖൻ 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 ത്വലാഖൻ. സബീലിൻ 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 സബീലിൻ. ഒന്നും കൂടെ വായിച്ചേ. കബലുൻ കാഫിറൻ തക്രീബിൻ തൽഹഖു. കാഫിറൻ തക്രീബിൻ തൽഹഖു. ലബിസ ത്വലാഖൻ സബീലിൻ ലബിസ ത്വലാഖൻ സബീലിൻ. പാഠഭാഗം നന്നായി വായിക്കാൻ പഠിച്ചല്ലോ. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജിൽ എന്താ ഉള്ളത്? അടുത്ത പേജിൽ ആക്ടിവിറ്റീസാണ്. ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. കഫ് ലാം എന്നീ അക്ഷരങ്ങൾ ചേർത്തെഴുതുന്ന രൂപങ്ങൾ എഴുതാം. ചേർത്തെഴുതുമ്പോൾ ആദ്യത്തിൽ കഫ് ഇങ്ങനെ വരും, ഇടയ്ക്ക് ഇങ്ങനെ, അവസാനത്തിൽ ഇങ്ങനെ. അതുപോലെ ലാം ആദ്യത്തിൽ, ഇടയ്ക്ക്, അവസാനത്തിൽ. അത് താഴേക്ക് പകർത്തി എഴുതുക. അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി നമ്പർ 2 വായിക്കാം, പിരിച്ചെഴുതാം. ലാം പ്ലസ് അലിഫ് ലാം അലിഫ്. ശ്രദ്ധിക്കാം. ഈ അക്ഷരത്തിന് പ്രത്യേകം ശ്രദ്ധിക്കാനും പറയുന്നുണ്ടല്ലേ. ഏതാ ഈ അക്ഷരം? ലാം അലിഫ്. ലാമും അലിഫും കൂടെ ചേരുമ്പോഴാണ് ഈ അക്ഷരം കിട്ടുക എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വാക്കുകൾ വായിച്ച് നോക്കിയാലോ. വല തുത്യ വല തുത്യ. അത് എങ്ങനെയാണ്? ഇവിടെ പിരിച്ചെഴുതുക. അടുത്തത് വല യഹുല്ലു വല യഹുല്ലു. അതും ഇവിടെ പിരിച്ചെഴുതുക. അടുത്തത് വല തഖ്തുലു. ഇതും പിരിച്ചെഴുതാം. അടുത്തത് വല കിസാബൻ. അതും പിരിച്ചെഴുതുക. എങ്ങനെയാണ് പിരിച്ചെഴുതുന്നതെന്ന് നോക്കാം. നോക്ക്, എങ്ങനെയാണ് പിരിച്ചെഴുതുന്നതെന്ന് നോക്ക്. വ ല അലിഫ് വല. തു ത്വ
തുത്തിയ. കണ്ടോ? അടുത്തത് വ ലാ അലിഫ് വല. യഹുല്ലു യഹുല്ലു. അടുത്തത് വല തഖ്തുലു വല കിതാബൻ. കണ്ടോ? ഇങ്ങനെ വേണം പിരിച്ചെഴുതാനായിട്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങൾ ആദ്യം വരുന്ന വാക്കുകൾ മുൻ പാഠങ്ങളിൽ നിന്ന് കണ്ടെത്തി ചിത്രം പൂർത്തീകരിക്കാം. ഇവിടെ ഡോട്ട്സ് ഒക്കെ ഇട്ട് ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ വാക്കുകൾ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ചിത്രം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ അലിഫ് വെച്ച് നമ്മൾ പഠിച്ച വാക്ക് ഏതായിരുന്നു? അസാസുൻ എന്ന വാക്കാണ് പഠിച്ചത്. ബ വെച്ചോ ബാബുൻ. ഇവിടെ സൈഡിലായിട്ട് ഇങ്ങനെ എഴുതണം ബാബുൻ. ഇനി ത വെച്ച് പഠിച്ച വാക്ക് ഏതായിരുന്നു? ത വെച്ച് പഠിച്ചത് താബൂത്തുൻ. ഇനി സ വെച്ചോ സാബിത്തുൻ. അടുത്ത ജീമ് വെച്ച് ജാദ. അടുത്ത ഹ വെച്ച് ഹാറുൻ. അടുത്ത ഹ വെച്ച് ഖുബ്സുൻ. അടുത്ത ദാല് വെച്ച് ദീബാജൻ. അടുത്ത ദാല് വെച്ച് റുബാബുൻ. അടുത്ത റ വെച്ച് ഏതാണ് റ വെച്ച് പഠിച്ചത്? റിസഖിൻ. അടുത്ത സായ് വെച്ച് എന്താണ് പഠിച്ചത്? സബദിൻ. സബദിൻ എന്ന് ഇവിടെ എഴുതുക. അടുത്ത സീന് വെച്ചിട്ട് സഹാബൻ. ഈ വേർഡ് ഇവിടെ എഴുതുക. അപ്പോൾ നമുക്ക് ഒരു കാറിൻ്റെ പിക്ചർ കംപ്ലീറ്റ് ആയി കിട്ടും അല്ലേ? അപ്പോൾ വാക്കുകൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ. ഇതാണ് വാക്കുകൾ. അസാസുൻ, ബാബുൻ, താബൂത്തുൻ, സാബിത്തുൻ, ജാദ, ഹാറുൻ, ഖുബ്സുൻ, ദീബാജൻ, റുബാബുൻ, റിസ്ഖിൻ, സബദിൻ, സഹാബൻ. വേർഡ്സ് എല്ലാം മനസ്സിലായല്ലോ. ഇത് എഴുതി പൂർത്തിയാക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. 4 വായിക്കാം, എഴുതാം. കാഫ് ശ്രദ്ധിക്കാം. റക്കബക്ക, റക്കബക്ക. അതിൽ ഇടയ്ക്കും കഫ് വന്നിട്ടുണ്ട്, അവസാനത്തിലും വന്നിട്ടുണ്ട്. ഇടയ്ക്ക് വരുമ്പോൾ എങ്ങനെ എഴുതണം, അവസാനത്തിൽ വരുമ്പോൾ എങ്ങനെ എഴുതണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അടുത്തത് ലക്ക ദിക്റക്ക. അവിടെയും ഈ വാക്കിൻ്റെ അവസാനത്തിൽ വന്നതുകൊണ്ടാണ് ഈ കഫ് എഴുതിയത്. 2 വാക്കുകളാണിത് കേട്ടോ. ഇവിടെ ഇടയ്ക്ക് വന്നതും അവസാനത്തിൽ വന്നതും ശ്രദ്ധിക്കുക. അടുത്തത് ലക്ക സ്വദറക്ക. അവിടെയും 2 വാക്കുകളായിട്ടാണ് തന്നിരിക്കുന്നത്. അവസാനത്തിൽ മാത്രമാണ് 2 വാക്കിൻ്റെയും കഫ് വന്നിട്ടുള്ളത്. അടുത്തത് ഫഅല റബ്ബുക്ക. ഫഅല റബ്ബുക്ക. ഇതിൽ കഫ് വന്നിരിക്കുന്നത് ഏറ്റവും അവസാനമാണ്. അവസാനത്തിൽ വരുന്ന കഫാണ് എഴുതിയിരിക്കുന്നത്. കണ്ടോ? ഇനി എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം പകർത്തി എഴുതാനാണല്ലേ. ഈ വാക്കുകൾ നോക്കി പകർത്തി എഴുതുക. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പാഠഭാഗം അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത പാഠഭാഗവുമായി കാണും വരെ